ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറേ വീഡിയോകളിലായി, കുറേ യൂട്യൂബ് ചാനലുകളിലായി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും ഈ CRPFന്റെ 1.25 ലക്ഷത്തോളം വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? 1.25 ലക്ഷത്തോളം വേക്കൻസീസ് ഉടനെ തന്നെ ഫില്ല് ചെയ്യുമോ? പലരും ഡൗട്ടുകളായൊക്കെ നമ്മുടെ അക്കാഡമിയിലോട്ട് വിളിക്കുന്നുണ്ട്. SSC GDയിലൂടെയാണോ സാർ ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ 1.25 ലക്ഷം വേക്കൻസീസ് ഇപ്പൊ വന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഈ വേക്കൻസിയെ കുറിച്ചുള്ള കൃത്യമായുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടും. അപ്പോൾ CRPFലേക്ക് ഈ വന്നിരിക്കുന്ന വേക്കൻസി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇത്രയും വേക്കൻസി ഫില്ല് ചെയ്യപ്പെടുമോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പലരും വിളിച്ചു ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയാണ് ഇത്രയും വേക്കൻസി ഉണ്ടായത്? അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഏകദേശം 3.5 ലാക്ക് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് CRPF എന്ന് പറയുന്നത്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിയാണോ? അപ്പോ 2019 കഴിഞ്ഞ് 2020യിലേക്ക് എത്തിയപ്പോഴത്തേക്ക് കോവിഡിന്റെ ഒരു സാഹചര്യം വന്ന് ഏകദേശം വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ആയിരുന്നു. അതായത് ഒരു വർഷം 20,000-ഓളം ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന CRPF വഴി റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ 3.5 ലക്ഷം ആൾക്കാരിൽ കുറെ ആൾക്കാര് ഏജ് ബേസ്ഡ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഉണ്ട്, അതിന് മുന്നേ റിട്ടയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഏജ് മുന്നേ റിട്ടയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ കുറെ പുതിയ പുതിയ പോസ്റ്റുകളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ അർദ്ധ സൈനിക സേനയിലേക്ക് ഒരുപാട് ആൾക്കാരെ സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ആണ് ഈ 3.5 ലക്ഷം വേക്കൻസി ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഒരു വർഷം ഏകദേശം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 20,000-ഓളം ആൾക്കാരെ എന്ത് ചെയ്യാറുണ്ട്, സെലക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു 20 അല്ലെങ്കിൽ 25,000 ഇൻറ്റു 4, ഒരു 4 വർഷം കോവിഡിന്റെ സാഹചര്യത്തിലും അല്ലാതെയും ഒക്കെ ആയിട്ട് മുടങ്ങി നിന്ന റിക്രൂട്ട്മെന്റുകൾ എല്ലാം കൂടെ ചേർത്ത് 1 ലാക്കോളം വേക്കൻസീസ് എന്തുണ്ട്, ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് ഈ വേക്കൻസി വന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ പല ആൾക്കാരും ചോദിച്ചു, ഈ 1.30 ലാക്സ് വേക്കൻസി വരുന്നു എന്നൊരു ന്യൂസ് കേട്ടു, അപ്പൊ ഈ വേക്കൻസി വരുന്നതുള്ളതാണോ? അതിന്റെ ഉത്തരം ഇതാണ്. ഈ 2-3 വർഷങ്ങളായി ഫില്ല് ചെയ്യാതെ കിടന്ന വേക്കൻസികളെല്ലാം ചേർത്ത് ഏകദേശത്തോളം 1 ലക്ഷത്തോളം എന്തുണ്ട്, നമുക്ക് വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോ അതാണ് നമുക്ക് എങ്ങനെ ഒരു ന്യൂസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ എത്തിയത്. അപ്പൊ ഞാൻ പറയുന്നു, എങ്ങനെയാണ് അപ്പോൾ ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ 1.30 ലാക്സ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്? നോക്കൂ, അവർ ഒരു ടൈം 15,000-ഓളം ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, CRPFലേക്ക്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് സെലക്ഷൻ നടത്തുന്നത്. കാരണം ഒരു റിക്രൂട്ട്മെന്റിലൂടെ, കാരണം നമുക്ക് ഈ ആൾക്കാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നൊരു പ്രോസസ് ഉണ്ട്, ശരിയല്ലേ? ഈ 1.5 ലക്ഷം അല്ലെങ്കിൽ 1.25 ലക്ഷം ആൾക്കാരെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ് വളരെ എളുപ്പമുള്ളതല്ല. നമുക്ക് ഒരു സമയം ഏകദേശം 15,000-ഓളം ആൾക്കാർക്ക് മാത്രമേ ട്രെയിനിങ് കൊടുക്കാൻ പറ്റൂ. അപ്പം ഒറ്റ എക്സാമിലൂടെ 1.25 ലക്ഷം ആൾക്കാരെ സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യപ്പെടാനായി പോകുന്നത്. മനസ്സിലായോ? പല ടൈമുകളിലായി ആയിട്ടായിരിക്കും. അപ്പൊ സാധാരണ അവർ 9 months എടുത്തിട്ടാണ് എന്ത് കംപ്ലീറ്റ് ചെയ്യുന്ന, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രോസസ്, ടോട്ടൽ റിക്രൂട്ടിംഗ് പ്രോസസ് ഒരു 3 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ സേനകളിൽ റിക്രൂട്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു ടൈം ഡിലേ CRPF പോലെയുള്ള ഫോഴ്സുകളിലേക്ക് സെലക്ട് ചെയ്യാൻ അവർ കാണിക്കാറില്ല. 3 മാസം കൊണ്ട് തന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റഡ് ആവും. അതായത് ഈ വരുന്ന വർഷങ്ങളിൽ ഒരു 2024-നുള്ളിൽ നിങ്ങൾ കേട്ടായിരുന്നു, ഒരു 10 ലക്ഷത്തോളം വേക്കൻസി ടോട്ടലി ഫില്ല് ചെയ്യപ്പെടും. എവിടെ? കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലേക്ക്. അത് SSCയിലൂടെ, RRBയിലൂടെ, അങ്ങനെയുള്ള പല പല കേന്ദ്ര ഗവൺമെന്റ് പോസ്റ്റുകളിലേക്ക് എങ്ങനെ ചെയ്യും, ഒരു 10 ലക്ഷത്തോളം വേക്കൻസി ഫില്ല് ചെയ്യപ്പെടും. അപ്പം ഈ പറയുന്ന SSC GDയിലൂടെ, CRPFയിലൂടെ, റെയിൽവേയിലൂടെ, RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലൂടെ ഒക്കെ ഫോഴ്സ് ബേസ്ഡ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കയറാൻ നിരവധി അവസരങ്ങളാണ്
കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായി പഠിച്ചോളുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ 1.25 ലക്ഷം വേക്കൻസി ഒരുമിച്ചായിരിക്കത്തില്ല വിളിക്കുന്നത്. പല ടൈമുകളിലായി അത് SSC GDയിലൂടെ വിളിക്കുന്നുണ്ടാവും, CRPF സിംഗിൾ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന പോസ്റ്റുകൾ ഉണ്ടാവും. അതിലൂടെയൊക്കെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വേക്കൻസീസ് ഫിൽ ചെയ്യപ്പെടുന്നത്. സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പോ ആ ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്താണ് സ്റ്റേജ് 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ SSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിസാരമായി ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പൊ CRPFന്റെ എക്സാം ഒക്കെ വളരെ ചെറിയ എക്സാം ആണ്, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഫോഴ്സ് ബേസ്ഡ് ആഗ്രഹിക്കുന്ന കുട്ടികൾ എല്ലാവരും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അത്യാവശ്യം ഓടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അത് ഫിസിക്കൽ ടെസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഫോഴ്സ് പോലെയുള്ള എക്സാമുകൾക്ക്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും വരുന്ന ഏരിയകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് CRPFന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു SSC ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരു 500ഓളം ക്ലാസ്സുകൾ SSCയുടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. മക്കളെ ഇത് കണ്ട് പഠിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൾറെഡി തന്നെ ഇത്രത്തോളം ക്ലാസ്സുകൾ കിടപ്പുണ്ട്, മറ്റെങ്കിലും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ ഈ വിലപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ അധ്യാപകരുടെയും എന്തെന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, ഈ കാര്യം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല മാത്സിന്റെ ക്ലാസ്സുകൾ, റീസണിങ്ങിന്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ GK ക്ലാസ്സുകൾ എല്ലാം നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ സിലബസ് കൂടി ഞാനൊന്ന് ഓടിച്ച് പറയട്ടെടാ. എന്താണ്, ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് പഠിക്കണം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, ജനറൽ ഇന്റലിജൻസ് പഠിക്കണം. അതായത് QA ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് GK ഉണ്ട്. GKക്കകത്ത് എല്ലാം വരും. ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA ഉണ്ട്, അതുപോലെ തന്നെ RI ഉണ്ട്. അപ്പോൾ നമ്മുടെ SSCയുടെ ടോപ്പിക്കിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. QA പഠിക്കണം, റീസണിങ് പഠിക്കണം, GK, അതുപോലെ ജനറൽ സയൻസ്, അതുപോലെ ജനറൽ അവയർനെസ് എല്ലാം പഠിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് 100 മാർക്കിന്റെ ഒരു റിട്ടേൺ എക്സാം വരും. അതിന് 100 ക്വസ്റ്റ്യൻസും 100 മാർക്കുമാണ് വരുന്നത്. അപ്പോൾ അത് നന്നായി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ നമ്മുടെ കൂട്ടുകാർക്കും ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 2024 എന്ന വർഷം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃത്യമായ വഴിത്തിരിവ് ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കൃത്യമായി ആശംസിക്കുകയാണ്. നമ്മുടെ ചാനൽ കണ്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ചാനലിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലുകളുടെ താഴെ വരുന്ന കമന്റുകൾ മാത്രം കണ്ടാൽ മതി കേട്ടോ. അവരുടെ ആത്മവിശ്വാസത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. 2024 നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായി തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ദിശ അക്കാഡമി എല്ലാ സപ്പോർട്ടും തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമി ട്രിവാൻഡ്രം, കൊട്ടാരക്കരയും ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തിലും കേരളത്തിന് വെളിയിലും ഉള്ള ആളുകളിലേക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എത്തിക്കുന്നുണ്ട്. അത് ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് പോലെയുള്ള ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അക്കാഡമിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. റെയിൽവേ പോലെയുള്ള SSC പോലെയുള്ള ഒരേ പാറ്റേണിൽ വരുന്ന എക്സാമുകളുടെ ടൈമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. Okay, thank you. All the best.